എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിൽ ഒരു വയ്യായികയൊക്കെ വരികയാണ്. അപ്പൊ ശീതള് പറയുന്നുണ്ട്, അമ്മ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക, അച്ഛനും ബ്ലഡ് ഒക്കെ കൊടുത്തത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതെ വന്നതെന്നൊക്കെ പറഞ്ഞ് ശീതളും പൂജയും ഒക്കെ കൂടി നിർബന്ധിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് സരസ്വതി അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, മോളെ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, ഇപ്പൊ സിദ്ധുവിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അമ്മയും ശീതളും ഇവിടെ നിന്നോളാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിന്നെ വിളിച്ചോളാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇവരവിടുന്ന് പോവുകയാണ്. അപ്പം നമ്മുടെ സുമിത്രയെ കൂട്ടി പൂജയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഈ സമയത്താണെങ്കിലോ അസിസ്റ്റന്റ് സത്യൻ ചേട്ടനുണ്ടല്ലോ അവിടെ. അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ സിദ്ധാർത്ഥിന്റെ വിവരങ്ങളെല്ലാം സരസ്വതി അമ്മയോട് പറയുകയാണ്. അമ്മേ, സിദ്ധാർത്ഥ സാറിന് ബോധം വീണു, അപ്പം ആരെങ്കിലും ഒരാൾക്ക് കയറി കാണാമെന്നുള്ള കാര്യം പറയുമ്പം അമ്മയാണോ കയറുന്നത് ഞാനാണോ കയറുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ശീതളും അച്ഛമ്മയും കൂടി ഇടികൂടുകയാണ്. അപ്പോൾ ഉടനെ തന്നെ എന്താ നിങ്ങൾ രണ്ടാളും കയറി സാറിനെ കണ്ടോളൂ എന്നുള്ള കാര്യം പറയുക. അങ്ങനെതാ നമ്മുടെ സരസ്വതി അമ്മയും ശീതളും കൂടി സിദ്ധുവിനെ കാണാനായിട്ട് ICU റൂമിൽ കയറുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയാണെങ്കിലോ തന്റെ മകന്റെ കിടപ്പ് കാണുമ്പോഴത്തേക്കിനും ആകെ തളർന്ന അവസ്ഥയിലാണ്. എന്ത് ചെയ്യും, തന്റെ മകനെ ഈ അവസ്ഥയിലാക്കിയവനെ വലിച്ചു കീറാനുള്ള കലിയാണ് സരസ്വതി അമ്മയ്ക്കുള്ളത്. മോനെ സിദ്ധു, നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ച് പോയത്, നീ അമ്മയെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ സിദ്ധുവിന് ഭയങ്കര വിഷമമാകുകയാണ്. അപ്പം സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാരണം വെച്ചാലും പേഷ്യന്റിനെ ശല്യം ചെയ്യരുത്, ദയവ് ചെയ്ത് ഒച്ച ഉണ്ടാക്കാതെ നിൽക്കുക എന്നുള്ള കാര്യം പറയുക. അപ്പോഴത്തേക്കിനും തന്നെ ശീതള് അച്ഛാന്ന് വിളിച്ച് അച്ഛന്റെ അരികിലേക്ക് ചെല്ലുക. ഞാൻ കാരണമാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ അപകടം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശീതളിനും വലിയ സങ്കടമൊക്കെ ആയിട്ടോ. അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ സത്യൻ ചേട്ടൻ അനിരുദ്ധിനെ വിളിക്കുകയാണ്. അപ്പം അനിരുദ്ധ ആശുപത്രിയിലേക്ക് വരാം, എങ്ങനെയാണ് ചേട്ടാ അവിടുത്തെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും മിക്കവാറും നാളെ തന്നെ ഡിസ്ചാർജ് ആകും എന്നുള്ള കാര്യം ഇയാൾ പറയുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അച്ഛൻ എവിടെയായിരിക്കും തങ്ങുന്നത്, ഹോട്ടൽ റൂമിലായിരിക്കുമോ എന്ന് ചോദിക്കുമ്പം എന്താ അനിരുദ്ധ്, നിങ്ങളൊരു ഡോക്ടർ കൂടിയല്ലേ, എന്നിട്ടാണോ ഹോട്ടൽ റൂമിൽ നിങ്ങളുടെ അച്ഛൻ തങ്ങുമോ എന്ന് ഒരു കാരണം വെച്ചാലും അദ്ദേഹത്തെ അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ അമ്മയും ശീതളും ഇവിടെ ഒപ്പം ഉണ്ട്, അപ്പം അവരുടെ കൂടെ വിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും സച്ചിനെതിരെ കംപ്ലൈന്റ് കൊടുക്കണോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ സാറിനെ കണ്ട് സംസാരിച്ചു. സാറ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തന്റെ മകളുടെ ഭർത്താവാണല്ലോ, എന്ത് വന്നാലും മരുമകനായതുകൊണ്ട് തന്നെ അവന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് സാറിന് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് അവനെ ഇത്തവണ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്തായാലും സാറിന്റെ അപകടനില തരണം ചെയ്തല്ലോ, അതിന് തന്നെ ഭഗവാനോട് നന്ദി പറയുകയാണ്. അപ്പം നിങ്ങൾ ഇനി വരുവാണെങ്കിൽ സരസ്വതി അമ്മ താമസിക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം, അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറയുക. അങ്ങനെ ഇതാ നമ്മുടെ അനിരുദ്ധ അവിടെ കോള് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അനന്യ അങ്ങോട്ട് എത്തുകയാണ്. എന്തായി ഇനി, എങ്ങനെയുണ്ട് അച്ഛന് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധ പറയുകയാണ്, അച്ഛന് ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു, ഇപ്പം പേടിക്കാനൊന്നും ഇല്ലാന്നാണ് ആ സത്യൻ ചേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ അച്ഛൻ അച്ഛമ്മയുടെ അടുത്താണ് ഉള്ളത്, അച്ഛമ്മയുടെ അടുത്തേക്ക് പോകാനാണ് അച്ഛൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം സരസ്വതി അമ്മയുടെ അടുത്തേക്കാണ്. അപ്പം സരസ്വതി അമ്മയുടെ അടുത്ത് അനിരുദ്ധ പോയി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുമിത്രാമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം അനിരുദ്ധ അറിയുമല്ലോ. അപ്പം അത് തടയാനുള്ള കാര്യങ്ങൾ വേണം ഇനി അനന്യ ഒപ്പിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നമ്മുടെ അനന്യ ചെയ്യൂ കേട്ടോ. അങ്ങനെ ആ സീൻ കഴിയുമ്പോഴോ നമ്മുടെ സുമിത്രയാണെങ്കിൽ ആശുപത്രിയിലെ വിവരങ്ങളെല്ലാം സരസ്വതി അമ്മയെ വിളിച്ച് അന്വേഷിക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം സിദ്ധുവിന് മറ്റ് പ്രശ്നങ്ങളില്ലെന്നും സിദ്ധുവിന്റെ സർജറി അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കി എന്നുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ സിദ്ധു ഡിസ്ചാർജ് ആയി ഇങ്ങോട്ട് വരുമല്ലോ എന്നുള്ള ഒരു ടെൻഷനാണ് നമ്മുടെ സുമിത്രയ്ക്കുള്ളത്. അപ്പൊ സുമിത്രയാണെങ്കിലോ പൂജയോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പൂജ പറയാണ്, അമ്മേ, ഒരു കാരണം വെച്ചാലും അങ്കിൾ ഇങ്ങോട്ട് വന്ന് താമസിക്കുന്നത് അതൊരിക്കലും ശരിയാവില്ല. എന്തായാലും അമ്മ വേറെ വിവാഹം കഴിച്ചതാണ്, ഭർത്താവ് മരിച്ചു പോയത് കൊണ്ട് തന്നെ ഇനി ആദ്യ ഭർത്താവിനെ വിളിച്ചിവിടെ നിർത്തിയതാണ് എന്നുള്ളൊരു പരിഹാസ സംഭവങ്ങൾ വരും. അതുകൊണ്ട് അമ്മ ഒരിക്കലും ആ കാര്യങ്ങൾ സമ്മതിക്കരുത്. അമ്മ ഇപ്പൊ തന്നെ അച്ഛമ്മയെ വിളിച്ച് പറയണം, അച്ഛനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ പൂജ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനും സുമിത്ര ഇങ്ങനെ ആലോചിക്കുകയാണ്, ശരിയാണ്, സമൂഹത്തിനെ പേടിക്കണമല്ലോ, എന്തൊക്കെ വന്നാലും അദ്ദേഹം തന്റെ മുൻ ഭർത്താവായിരുന്നു, തന്റെ 3 കുട്ടികളുടെ അച്ഛനായിരുന്നു എങ്കിൽ കൂടിയും പുള്ളിക്കാരൻ ഇപ്പൊ തന്റെ ആരുമല്ല എന്നുള്ള കാര്യം സുമിത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. പിന്നെ ഇങ്ങനെ അപകടം സംഭവിക്കുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യാനാണ്, അമ്മയെ വിളിച്ച് അങ്ങനെ സംസാരിക്കാം. പക്ഷെ സരസ്വതി അമ്മ ആരാ മുതല്, സരസ്വതി അമ്മ ഒരു കാരണം വെച്ചാലും സുമിത്രയുടെ ഈ തീരുമാനത്തോട് യോജിക്കില്ല. അത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമ്മുടെ സുമിത്രയ്ക്കും ഉണ്ട്. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രഞ്ജിതയാണെങ്കിലോ പങ്കജിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എടാ നീ ആ പൂജയെ വിളിച്ച് വിശേഷ
വിശേഷങ്ങളൊക്കെ തിരക്ക്. നീ ഇങ്ങനെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? മോനെ, 4 മാസത്തെ കാലാവധിയേ ഉള്ളൂ, അതിനുള്ളിൽ നിങ്ങളുടെ കല്യാണം നടന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, അവളെ ഞാൻ വിളിച്ച് അന്വേഷിച്ചോളാം, അമ്മ ഒന്ന് അടങ്ങ്. എനിക്ക് കുറച്ച് സാവകാശം തരാൻ പറയാണ് പങ്കജ്. അപ്പൊ പങ്കജ് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ഇടുന്നുണ്ട്. അത് തന്നെയാണ് അവൻ ആ ഒരു സാവകാശം ചോദിക്കാനുള്ള കാരണം. അങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ സിദ്ധുവിന്റെ ആ ഒരു റൂം കാണിക്കുക കേട്ടോ. അപ്പൊ സിദ്ധു ആണെങ്കിലും അവിടെ അങ്ങനെ കിടക്കുക, ബോധമൊക്കെ തെളിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. അങ്ങോട്ടേക്ക് സത്യൻ എത്തുമ്പം സത്യൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത് സാറേ? അവന്റെ പേരിൽ കേസ് കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ സാറേ. സാർ അന്നേരം ചെന്നത് കൊണ്ട് മാത്രമാണ് സാറിന്റെ മകള് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ അടി ശീതളിന്റെ തലയ്ക്കാണ് കൊള്ളേണ്ടിയിരുന്നത്. അതുകൊണ്ട് സാർ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇങ്ങനെയുള്ള ഒരു ക്രിമിനലിന്റെ കൂടെ എങ്ങനെയാണ് സാറിന്റെ മകള് താമസിക്കുന്നത്? അതുകൊണ്ട് അവന്റെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാം. കേസ് കൊടുക്കാതെ ഒരു രക്ഷയില്ല. അപ്പൊ സാറിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കുക. അപ്പം ഉടനെ തന്നെ സിദ്ധുവിനാണെങ്കിൽ കേസൊന്നും കൊടുക്കാനുള്ള മനസ്സൊന്നും ഇല്ല കേട്ടോ. സിദ്ധു വലിയ വിഷമത്തിലൊക്കെയാണ്. അപ്പം ശീതളിനെയും അമ്മയെയും ഒക്കെ കണ്ട ആ ഒരു സന്തോഷമൊക്കെ നമ്മുടെ സിദ്ധുവിനുണ്ട്. അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ് എന്തായാലും നാളെ വരുന്നത്. ഡീറ്റെയിൽ വിശേഷമായിട്ട് രാവിലെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. താങ്ക് യു.